നമസ്കാരം. അപ്പോൾ ഗൂഗിൾ അവരുടെ ജെമിനി എഐക്ക് ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഇതൊരു സാധാരണ അപ്ഡേറ്റ് ഒന്നും അല്ല കേട്ടോ. എഐ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിനെ തന്നെ മാറ്റുന്നൊരു വലിയ കുതിച്ചുചാട്ടമാണിത്. ശരി, അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വെറും 3 മാസം കൊണ്ട് ഒരു എഐയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് നേരെ ഇരട്ടിയാവുകയാണെങ്കിലോ? കേൾക്കുമ്പോൾ ഒരു അതിശയോക്തിയൊക്കെ തോന്നാമല്ലേ? പക്ഷേ സംഭവിച്ചത് കൃത്യമായി ഇതുതന്നെയാണ്. ഈ പുതിയ ജെമിനി അപ്ഡേറ്റ് എത്രത്തോളം വലിയൊരു സംഭവമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ചോദ്യം മാത്രം മതി. ഈ സ്ലൈഡിലെ കണക്കുകൾ കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ARAGI-2 എന്ന് പറയുന്നത് ഒരു സാധാരണ ടെസ്റ്റല്ല. മുമ്പ് കണ്ടിട്ടേയില്ലാത്ത പുതിയ ലോജിക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എഐയുടെ കഴിവിനെയാണ് ഇതളക്കുന്നത്. പഴയ ജെമിനി 3 പ്രോയ്ക്ക് കിട്ടിയത് 31.1% മാർക്കാണെങ്കിൽ പുതിയ 3.1 പ്രോ നേടിയത് 77.1%. അതായത് 3 മാസം കൊണ്ട് ഇരട്ടിയിൽ കൂടുതൽ പ്രകടനം. അപ്പം ഇതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ചെറിയ അപ്ഡേറ്റോ മിനുക്കുപണിയോ അല്ല. ഈ എഐ മോഡൽ എങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, പ്രശ്നങ്ങളെ സമീപിക്കുന്നത് എന്നതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വന്ന ഒരു ഘടനാപരമായ മാറ്റം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ മാത്രമല്ല ഇതിന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നത്. ഈ പുതിയ ചിന്താശേഷി കാരണം വേറെ ഏതൊക്കെ മേഖലകളിലാണ് ഇത് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ തന്നെ ഈ മോഡലിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി വിശദീകരിക്കാനും ഒരുപാട് ഡേറ്റയെ ഒരുമിച്ച് ചേർത്ത് വിശകലനം ചെയ്യാനുമൊക്കെയാണ് ജെമിനി 3.1 പ്രോയെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. പ്രൊഫഷണൽ ജോലികളിലാണെങ്കിലും അല്ലെങ്കിൽ കോഡിങ്ങിലാണെങ്കിലും ശാസ്ത്രീയമായ അറിവിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരുപോലെ വലിയൊരു കുതിച്ചുചാട്ടം കാണാം. അതായത് ഇതിന്റെ കഴിവ് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ പുതിയ കഴിവ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലികൾക്കൊരു പേരുണ്ട്: ഏജന്റിക് വർക്ക്ഫ്ലോകൾ. സിമ്പിളായി പറഞ്ഞാൽ, നമ്മളൊരു ലക്ഷ്യം കൊടുത്താൽ അത് പൂർത്തിയാക്കാൻ വേണ്ട കാര്യങ്ങൾ സ്വയം പ്ലാൻ ചെയ്ത് ഓരോ ഘട്ടങ്ങളായി ചെയ്തു തീർക്കാൻ കഴിവുള്ള എഐ സിസ്റ്റങ്ങൾ. ശരി, ഈ സ്കോറുകളും കണക്കുകളുമൊക്കെ കൊള്ളാം. പക്ഷേ നമുക്ക് ശരിക്കും ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അടുത്ത ചോദ്യം. കുറച്ച് അടിപൊളി ഉദാഹരണങ്ങൾ നോക്കിയാലോ? ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വെറുതെ എഴുതി കൊടുത്താൽ മതി. ഉദാഹരണത്തിന്, എനിക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് വേണം എന്ന്. അത് കോഡ് ഉപയോഗിച്ച് ഒരു ആനിമേറ്റഡ് ചിത്രമടക്കം ഉണ്ടാക്കിത്തരും. അതുപോലെ ഒരു നോവലിന്റെ ആശയം ഉൾക്കൊണ്ട് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ വരെ ഇതിന് കഴിയും. നമ്മുടെ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ളൊരു വഴി. ഇനി കുറച്ചുകൂടി സങ്കീർണമായ കാര്യങ്ങളിലേക്ക് വരാം. ലൈവ് ഡാറ്റ ഉപയോഗിച്ച് നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇപ്പോൾ എവിടെയാണെന്ന് കാണിക്കുന്ന ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കാൻ ഇതിന് പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കൈകളുടെ ചലനത്തിനനുസരിച്ച് പ്രതികരിക്കുന്ന ഒരു 3D ലോകമുണ്ടാക്കാൻ വരെ ഈ എഐക്ക് സാധിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, കൊള്ളാമല്ലോ, ഇത് എനിക്കെപ്പോൾ കിട്ടും, എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഗൂഗിൾ ഇത് പല ഘട്ടങ്ങളായിട്ടാണ് പുറത്തിറക്കുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ ഡെവലപ്പർമാർക്കും വലിയ കമ്പനികൾക്കുമാണ് ഇത് കിട്ടുക. അതിനുശേഷം ജെമിനി ആപ്പ് വഴി നമ്മളെപ്പോലെയുള്ള എല്ലാ സാധാരണ ഉപയോക്താക്കൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പണം കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കൂടുതൽ ഉപയോഗിക്കാനും മറ്റ് ചില പ്രത്യേക ഫീച്ചറുകൾ നേടാനും സാധിക്കും. അപ്പോൾ സാധാരണ യൂസർക്കും പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന യൂസർക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടുപേർക്കും പുതിയ 3.1 പ്രോ മോഡൽ കിട്ടും. പക്ഷേ പ്രോ, അൾട്രാ പ്ലാനുകൾ എടുക്കുന്നവർക്ക് കൂടുതൽ സമയം ഉപയോഗിക്കാം. പിന്നെ നോട്ട്ബുക്ക് എല്ലാം പോലുള്ള ചില അധിക ടൂളുകളും കിട്ടും. അപ്പോൾ നമ്മൾ ഈ കണ്ടതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ശരിക്കുള്ള കളി ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഇതിന്റെ ഭാവി എന്താണെന്ന് നോക്കാം. ഒരു കാര്യം നമ്മൾ മറക്കരുത്. ഗൂഗിൾ ഇതിനെ ഒരു പ്രിവ്യൂ റിലീസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഇത് ഫൈനൽ വേർഷനല്ല. നമ്മളെപ്പോലെയുള്ള ഉപയോക്താക്കളുടെ അഭിപ്രായങ്ങൾ കേട്ട് ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് ഗൂഗിളിന്റെ യഥാർത്ഥ ലക്ഷ്യം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഏജന്റിക് സിസ്റ്റങ്ങൾ, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആ എഐ സംവിധാനങ്ങൾ, അവയെ ഉണ്ടാക്കാനുള്ളൊരു ശക്തമായ അടിത്തറ പാകുകയാണ് ഇതിലൂടെ അവർ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ എഐയുടെ ചിന്താശേഷിക്ക് ഒരു പുതിയ സ്റ്റാൻഡേർഡ് വന്നിരിക്കുന്നു. ഇതിനൊരു അടിത്തറയായി വെച്ചുകൊണ്ട് ഇനി എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും നമ്മളൊക്കെ നിർമ്മിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം.